അമ്പിളിയുടെ കുടുംബം ഇപ്പോൾ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ വളരെ പ്രസിദ്ധരാണ്. എങ്കിലും ശോഭ സഹധർമ്മിണിയാണ്. പാർവതി, മകൻ രാജ്കുമാർ, രാജ്കുമാറിൻ്റെ ഭാര്യ പിങ്കി, പേരക്കുട്ടികൾ. ഇപ്പോൾ പാറു പറയാ, അച്ഛൻ്റെ ഞാനൊരു 8 മാസം മുമ്പ് കണ്ടതാണ് അമ്പിളിയെ. പക്ഷെ അന്ന് കണ്ടതിലും വളരെ ഊർജ്ജസ്വലനായി ഓരോ നിമിഷങ്ങളോടും പ്രതികരിക്കുന്ന ആളായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് പറയേണ്ട. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നിങ്ങൾ കുടുംബാംഗങ്ങൾക്കുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചോളം. അതിന് പിന്നെ ഡോക്ടർമാരുണ്ടാവും, പലരും ഉണ്ടാവും, പല ആളുകളും ഉണ്ടാവും. എങ്കിലും പ്രത്യക്ഷത്തിൽ ഞങ്ങൾ കാണുന്നത് ഇതിൻ്റെ പിന്നിലുള്ള നിങ്ങളുടെ ഒരു പരിശ്രമം, മനസ്സ് ഇതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് കണ്ടപ്പോൾ അതിന് മുൻപ് ഒരു 3 ദിവസം എയർപോർട്ടിൽ വെച്ച് കണ്ടു ചെന്നൈ. അപ്പോൾ ചിരിച്ചു, കൈ പിടിച്ചു, ഒക്കെ ശരിയാണ്. പക്ഷെ എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല അമ്പിളിയുടെ റെസ്പോൺസ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് കണ്ടപ്പം പിടുത്തത്തിലും പിന്നെ ആ ചിരിയിലും പിന്നെ എൻ്റെ പേര് എൻ്റെ ആദ്യാക്ഷരം എന്ന് പറഞ്ഞു. അത് അത്രയും വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു. കുറെ പ്രാവശ്യം കണ്ടല്ലോ. കണ്ടപ്പോ വെല്ലൂര് മുതൽ ഈ അടുത്ത കാലത്ത് വിഷുവിന്റെ തലേ ദിവസം വന്ന് കണ്ടു. ഇതുപോലൊരു റെസ്പോൺസ്. ഇതിപ്പോ പഴയ കാര്യം പറഞ്ഞപ്പോ ചിരിച്ചു, ഏതാണ്ട് പൊട്ടിച്ചിരിച്ചു. അതല്ലേ ഇത്രയും നല്ലൊരു പ്രതികരണം. വലിയ ഞാൻ ഈ അപകടത്തിന് ശേഷം കണ്ടിട്ടില്ല. പാറു എൻ്റെ അടുത്ത് പല പ്രാവശ്യം എന്താന്ന് വെച്ചാല് എനിക്ക് കുറച്ചും കൂടെ ഒരു പ്രിവിലേജ് ഉണ്ട്. ഹസ്ബൻഡേയും അമ്പിളിയുടെയും മക്കളുടെ അധ്യാപികയും കൂടാണ് ഞാൻ. വളരെ കാലം ദീർഘകാലം പാറു വന്നിരുന്നതാണ്. അപ്പം ഞങ്ങൾ അയൽവാസികളുമാണ്. അപ്പം ആ ഈശ്വരവിലാസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ വഴിക്ക് പെട്ടെന്ന് ഇങ്ങനെ ക്ലാസ്സിലോട്ട് അമ്പിളി കയറി വരും. അന്നേരം മറ്റു പിള്ളേരൊക്കെ കൂടെ അയ്യോ ജഗതി എന്ന് പറഞ്ഞ് പിള്ളേരൊക്കെ കൂടെ പാറുവിൻ്റെ ഒരു ഗമയും ഒക്കെ കൂടെ അന്നത്തെ കാലത്ത് ഒരുപാട്. അപ്പം എനിക്ക് അങ്ങനെ അല്ലാതെ കാണാൻ എനിക്ക് ഇഷ്ടമില്ല. പാറു എത്ര പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാൻ ആ ഇന്റർവ്യൂസ് പോലും ഞാൻ നോക്കൂല പാറു. അത്ര ഒത്തിരി പേരുണ്ട് കണ്ടപ്പോൾ എനിക്ക് എല്ലാവരും പറഞ്ഞ ഒരുപാട് വെളിയിൽ പറയുന്ന വാർത്തകൾ ഇപ്പം എനിക്ക് കണ്ടപ്പോഴേ വളരെ ആ കൈ പിടിച്ചപ്പോൾ തന്നെ ആ മുഖത്തെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ വളരെ അടുത്തടുത്തുള്ളതാണ്. അതെ അതെ, നമ്മൾ 3 പേരും ഒരേ സ്ഥലത്തല്ലേ. സമയത്ത് നടക്കാൻ പോകില്ല, പോയിട്ട് തിരിച്ചു വരുമ്പോ വീട്ടിലൊരു ഗേറ്റ് ക്രാഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇടിച്ച് കയറി വന്നിട്ട് മോള് പണ്ട് ഒരു സിനിമയിൽ കൂടെ അഭിനയിച്ചു. നിഷേ മോക്കറിയായിരിക്കും, അച്ഛന്റെ കൂടെ. അപ്പൊ നമ്മുടെ സിനിമാ താരം ഉണ്ടോ ഒന്ന് വിളിക്കുന്ന പറയും. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം. അപ്പൊ അന്നൊക്കെ ഇപ്പൊ ആ മുഖത്തെ നമ്മൾ പറയുന്നതിന്റെ ശരിക്കുള്ള ഒരു ആസ്വാദന മുഖത്ത് കണ്ടു. അപ്പോൾ ഈ ജഗതിക്ക് ഇരിക്കപ്പുറത്തില്ലല്ലോ. ഞാൻ പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമയം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആൾ ജഗതി ശ്രീകുമാറാണെന്ന്. ഞങ്ങളൊക്കെ വല്ലപ്പോഴും വീട്ടിൽ വന്ന് ഒരു 5-6 ദിവസമൊക്കെ വിശ്രമിക്കുമ്പോഴൊന്നും ജഗതിക്ക് വിശ്രമമില്ല, അമ്പിളിക്ക് വിശ്രമമില്ല. അപ്പോൾ അങ്ങനെ എവിടുന്നെങ്കിലും ഞെക്കിപ്പിഴിഞ്ഞ് ഒരു ശകലം സമയം ഉണ്ടാക്കി വീട്ടിൽ വന്ന് ഒന്നിങ്ങനെ നിൽക്കുമ്പോൾ, ഇവിടെ ജഗതി താമസിക്കുമ്പോഴാണ് വഴിയെ പോകുന്ന പഴയ പരിചയക്കാർ, ഇപ്പം എന്തായാലും പടങ്ങളൊന്നും ഇല്ലേ. പിന്നെ ശാസ്താംകോയിൽ വരും, എല്ലാ ശനിയാഴ്ച ശാസ്താംകോയിൽ വരും. വരുന്നതിന് മുൻപായിട്ട് നമ്മുടെ തൊട്ട് മുൻപിൽ ഒരു ചായക്കടയുണ്ട്. തിരിച്ച് വന്നിട്ട് ആ ചായക്കടയിൽ നിന്ന് ചായ മേടിച്ചിട്ടാണ് വീട്ടിലോട്ട് വരിക. ഞാൻ പറഞ്ഞു, അമ്പിളി ഈ ചായക്കടയിൽ നിന്ന് ചായ മേടിച്ച് കുടിക്കാൻ എന്നെ അപമാനിക്കുന്നതുമില്ല. അതേ അവരിങ്ങനെ അടിച്ചു തരുന്ന ചായ പോലെ പത്തങ്ങി തരാൻ പറ്റൂല. ഇങ്ങനെ അടിക്കുന്ന ചായ ഉണ്ടല്ലോ, അത് പറ്റൂല. അതുകൊണ്ടാണ് ആ ചായക്ക് വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ എൻ്റെ ബ്രദേഴ്സും ഒക്കെ ആയിട്ട് സിനിമാപരമായ ബന്ധം ഉണ്ടെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും സിനിമ ആയിട്ട് ബന്ധമുള്ളതല്ല. അല്ലാതെ അന്നത്തെ അത് തൊട്ട് പിന്നെ മോളെ കൊണ്ട് ചേർത്ത് ഞങ്ങളുടെ എല്ലാ പരിപാടികൾക്കും വരും. ഒരു രക്ഷകർത്താവെന്നുള്ള നിലയിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്മൾ 3 പേരും അയൽവാസികളാണ്, ഞാനും ഹസനും അമ്പിളിയും. അപ്പൊ അന്നത്തെ ആ ഒരു കൂട്ടായ്മ എപ്പോഴും അങ്ങനെ കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഇതുവരെയും വരാത്ത. ഞാൻ ചിലപ്പോ വേണോനോട് അപൂർവമായിട്ടേ കാണാറുള്ളൂ. അപ്പൊ ഞാനൊരു ഈ പറഞ്ഞില്ലേ സിനിമ ആസ്വാദകനല്ല, സിനിമ ഭ്രാന്തനായിരുന്നു. അപ്പൊ ഇത് ഓരോ റോള് ഇദ്ദേഹത്തെ കാണുമ്പോൾ ചില രാഷ്ട്രീയ റോളുകളൊക്കെ അഭിനയിക്കും. ഞാൻ അമ്പിളി ഇത്ര തന്മയത്വമായിട്ട് ഇതെങ്ങനെ നിങ്ങളെയൊക്കെ അല്ലേ കണ്ടോണ്ടിരിക്കുന്നത്, ഞാൻ പിന്നെ മോശമാവോ, നിങ്ങളെ കണ്ടല്ലേ പഠിക്കുന്നത് അല്ലേ. ഒബ്സർവ് ചെയ്യാൻ പണ്ടേ എല്ലാവരെ പറ്റി ഒബ്സർവ് ചെയ്യാൻ പണ്ടേ ഭയങ്കര. എന്നിട്ട് അതൊക്കെ ഓരോ പടത്തിൽ ട്രൈ ചെയ്യും.
ഒരു അല്ലേ നമ്മുടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറുള്ള ആൾക്കാരൊക്കെ കണ്ടു മീശമാധവനിലെ ക്യാരക്ടറൊക്കെ പപ്പയെ പറയുന്നതൊക്കെ പപ്പയുടെ കടയുടെ അടുത്തൊരാളുണ്ടായിരുന്നു അങ്ങനെ അതിനകത്ത് അങ്ങനെ ഒത്തിരി. ഞാനൊരിക്കൽ ചോദിച്ചു, ഈ പ്രസംഗിക്കുമ്പം ഈ തമാശയൊന്നും വരുന്നില്ല. പല മീറ്റിങ്ങിൽ ഞങ്ങൾ ഒരു തമാശ വേണം ചിലപ്പോഴൊക്കെ പറയും, ഒരു തമാശ പറയുന്നില്ല. നമ്മൾ സ്വകാര്യ സംഭാഷണത്തിലും ഞാൻ തന്നെ പറയും, എന്നെ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ചിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്, എന്നാലും എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചിട്ടുള്ളത് ശ്രീകുമാറാണ്. സിനിമ കാണുമ്പോൾ ഇത്രയും ആളുകളെ ചിരിപ്പിക്കുന്ന നിങ്ങളെന്താ വർത്താനം പറയുമ്പോൾ അത് വേറെ, സിനിമ വേറെ, പ്രസംഗം വേറെ. പക്ഷെ അമ്പിളിയുടെ ജോക്സ് ഒരുപാടുണ്ട്, അത് വേറെ ആര് പറഞ്ഞു വെച്ചിട്ടില്ല, അമ്പിളി പറഞ്ഞാൽ തന്നെ കേൾക്കണം. വേണു അമ്പിളിയും കൂടെ ഉള്ള കുറെ പാട്ടുകളുണ്ടല്ലോ നമ്മുടെ ആ ടൂർസ്. അമ്പിളി ഇതാണോ നമ്മുടെ പെമ്പിള വീടെന്ന് കാലത്തമ്മ കാപ്പി തരും അതെ. പിന്നെ മറ്റേ കൂട്ടുകത്തില് അതിൽ മുങ്ങി തപ്പിയാല് ഒന്നും നിങ്ങളിങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പാരഡിയുണ്ട്. തങ്കമ്മ തങ്കമ്മ അങ്ങേ വീട്ടിലെ തങ്കമ്മ, തങ്കമ്മ പിള്ളയുടെ ഭാര്യ സംഗമത്തിലെ പാരഡി. അമ്പിളിയുടെ ഒരുപാടുണ്ട്. അമ്പിളിയുടെ ജോക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ടാണ് അപ്പൊ ഉണ്ടാക്കി ഓരോന്ന് അടിക്കും. ഞങ്ങൾക്ക് ചിരിക്കാൻ ട്രെയിനിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ട് പോലും ഇല്ല, രാത്രി ഉറക്കമേ ഇല്ല. മറ്റുള്ളവരെ ഉറങ്ങാനും സമ്മതിച്ചിട്ടില്ല, മറ്റു പാസഞ്ചേഴ്സിനെ ഉറക്കിയിട്ടില്ല. ഈ ബഹളമല്ലേ മനസ്സിലാച്ചാൽ ഈ പെൺകുട്ടികളെല്ലാം കൂടെ ഒന്നിച്ചിരിക്കും. അപ്പൊ ഞങ്ങൾ ഇപ്പുറത്തിരിക്കും. നിങ്ങൾ ഹീറോസ് ആണല്ലോ. ഹീറോസാണ്. പിന്നെ അപ്പം പറയും ചിരിപ്പിക്കുന്ന ആര് ചിരിപ്പിക്കുന്നോ അയാളുടെ അന്നത്തെ ചെലവ് മുഴുവൻ ഇവരുടെ വക. അങ്ങനെയാണ്. അപ്പൊ ഞാനും അമ്പിളിയും കൂടെയാണ്. ചില ദിവസം അമ്പിളി ജയിക്കും, ചില ദിവസം ഞാൻ ജയിക്കും. ഞാൻ ജയിക്കുന്ന ദിവസം അമ്പിളി പിണങ്ങി പോയി കിടക്കും. അങ്ങനെ അങ്ങനെ. പക്ഷെ മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും ഇവരുടെ ചെലവിലാണ് കഴിഞ്ഞതുള്ള സത്യം. പിന്നെ മോളില് ബർത്തി കിടക്കുമ്പോഴത്തേക്കും അമ്പിളി വന്ന് പറയും, രമയ മോളി കിടത്തല്ലേ, താഴെ കിടക്കുന്നവരുടെ. വേറൊരു രസം ഓർമ്മയുണ്ട്, ഈ പത്മജയും സിസ്റ്റർ ഗിരിജയും ട്വിൻസാണ്. നമുക്കെല്ലാം തെറ്റും. അപ്പൊ ഇദ്ദേഹം ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ട് കൊടുക്കും, ഗിരിജയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. തിരിച്ചു വന്ന് ചോദിക്കുന്ന പത്മജയുടെ രണ്ടുപേരും കണ്ടാലും ഇരിക്കും. ആദ്യമൊന്നും ഒരു പിടുത്തം കിട്ടില്ല. നമുക്കൊരു പരിധി വിട്ടിങ്ങനെ സൂക്ഷിച്ച് നോക്കാൻ പറ്റുമോ? ഇപ്പൊ കുഴപ്പമില്ല. ചേട്ടനും ഞാനും കൂടെ ആ ഒരു ഇത് എല്ലാം ഉണ്ട്, അറിയാം. ഞാൻ ചേട്ടന്റെ പടമൊക്കെ വരച്ചത് നിങ്ങളെ കളിയാക്കിയിട്ടുണ്ട്. അതിപ്പം വേണം മറന്നുപോയി. ആ സമയത്ത് ഞാൻ ചേട്ടന്റെ പടം വരച്ചെന്റെ കയ്യിലുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനൊക്കെ അറിയാലേ. അപ്പൊ ഇതിനെ ചേട്ടനെ പറ്റി കുറെ കൂടുതൽ കാര്യങ്ങൾ ഇതൊക്കെ കുറെ എന്നോട് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു, അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ. അന്ന് ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടൊന്നും പേര് പറയണ്ട. നമ്മുടെ ഒരു എനിക്ക് ഓർമ്മയുണ്ട് ഒരാളുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം പൊതുവെ ഗൗരവക്കാരനാണ്. ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞാലും അദ്ദേഹം ചിരിക്കില്ല, അദ്ദേഹം ഇങ്ങനെ ഗൗരവമായിട്ടിരിക്കും. കാരണം പ്രൊഫസറുടെ ആ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ രാജ്ഭവനിൽ പോയി നമ്മളെല്ലാവരും കൂടെ. പോയപ്പോൾ ഇദ്ദേഹം ഫുൾ സ്യൂട്ടിലാണ്. പക്ഷേ കാലിലിട്ടിരിക്കുന്ന സ്ലിപ്പർ. അപ്പോൾ ഇത് ഞങ്ങളെല്ലാം നോട്ട് ചെയ്തു മിണ്ടിയില്ല. അന്ന് വൈകുന്നേരം നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഇന്ന് വൈകുന്നേരം ഒരു മീറ്റിംഗ് ഗെറ്റ് ടുഗദർ ഉണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം സാറിനെ നമ്മൾ അധ്യക്ഷനായിട്ടിരുത്തി. സാറിന് പറയാൻ പറ്റില്ല, എന്തിനാന്ന് അറിഞ്ഞൂടാ. അപ്പോൾ സ്വാഗത പ്രസംഗം നമ്മുടെ കൂട്ടത്തിലൊരാൾ ഇതുപോലെ രാജ്ഭവനിൽ ഇങ്ങനെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന സ്ലിപ്പർ ഇട്ടുകൊണ്ട് വന്നു. ഫുൾ സ്യൂട്ടിൽ. അന്ന് എല്ലാവരും പ്രസംഗിച്ചു, പക്ഷെ ഇദ്ദേഹം ഇത് ചിരിക്കുകയാണോ വേണ്ടത്, ദേഷ്യപ്പെടുകയാണോ വേണ്ടത്, പിണങ്ങിപ്പോവാണോ വേണ്ടത് എന്ന് വളരെ നിർമ്മമനായിട്ട് ഇങ്ങനെ ഇരുന്നു. അതിൽ അന്നത്തെ ഏറ്റവും നല്ല പ്രസംഗം ഞങ്ങൾക്ക് തിരുവഞ്ചൂർ അദ്ദേഹം പറഞ്ഞു, സാക്ഷാൽ കർണനെ പോലെയാണ് നമ്മുടെ സാറ്. കാരണം കർണൻ കവചകുണ്ടലങ്ങളുടെയാണ് ജനിച്ചത്. അല്ല, അതുപോലെ നമ്മുടെ സാറ്
കാലിൽ ഈ ചെരുപ്പോട് കൂടിയാണ് ജനിച്ചിരിക്കുന്നത്. പിന്നെ സാറിന് ഷേവ് ചെയ്യാൻ പ്രത്യേക ബ്ലേഡിൻ്റെ ആവശ്യമില്ല, ഈ ചെരുപ്പ് തന്നെ സാറിന് ഉപയോഗിക്കും. ശ്രദ്ധിക്കാത്തവരെ സാറ് ചെരുപ്പാണ് ഇട്ടിരിക്കണമെന്ന് രാധാകൃഷ്ണൻ ബോധ്യപ്പെടുത്തി. എന്നിട്ട് ഞങ്ങൾ എന്താ വെച്ചാൽ ഒരു തോർത്ത് വിരിച്ചിട്ട് തോല് വിരിച്ചിട്ട് ഓരോരുത്തരും പൈസ ഇട്ട് ഒരു ഷൂസ് വാങ്ങിക്കുന്നത്. അത് അമ്പിളിയെ കൂടെ ചേർന്നാ വിളിച്ചത് അമ്പിളിയാണ് അതിനാള്. ഈ പിരിച്ച് ഞങ്ങളെ മേശ കൊടുത്തു കാശ് കൊടുത്തു പുള്ളിയെ മേടിച്ചില്ല ഷൂസ് വാങ്ങി. പക്ഷെ പിറ്റേന്ന് രാവിലെ ഇത് കൊടുത്തിട്ട് എന്തോ രാത്രി രാവിലെ നോക്കുമ്പോൾ നല്ല ഒന്നാമത്തെ ഷൂസുമായിട്ട് ഇന്നലെ ഇങ്ങനൊരു സംഭവമേ ഉണ്ടാകാത്ത മട്ടില്. നമ്മുടെ ഒരു ബസ് യാത്രയില് അദ്ദേഹം ഈ പറഞ്ഞ ആള് സീറ്റിലിരിക്കുന്നു, വേണു, അമ്പിളി, പിന്നെ നമ്മുടെ രാമേന്ദ്രൻ ഞങ്ങളുടെ തൊട്ട് പുറയിൽ നിന്ന് സിഗരറ്റ് കത്തിച്ചിട്ട് അദ്ദേഹത്തിന്റെ തലയ്ക്ക് മോളിലിങ്ങനെ വെച്ചിട്ട് ദേ സാറ് തലപുകഞ്ഞാലോ ധാരാളം എഴുതുമായിരുന്നു നോവലുകളെ. ആലോചിക്കുകയാണെന്ന് പുക ഇങ്ങനെ വരുക. പക്ഷെ സാറ് നമ്മുടെ ഈ റിഹേഴ്സലും അതിലൊന്നും ഇൻവോൾവ് ചെയ്തിട്ടില്ല അല്ലെ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുള്ള അതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മളൊരു മീറ്റിംഗ് വെച്ചത്. കാരണം ഈ പിന്നെ ഒരു പറഞ്ഞ തമാശ പറഞ്ഞാൽ ചിരിക്കുകയോ ഞാനും രാധാകൃഷ്ണനും സംഘാടകനാണെങ്കിലും നിങ്ങളെ കൂടെ ആയി മാത്രമല്ല നിങ്ങളെ കൂടെ കൂടിയപ്പോ ഞങ്ങളും ഒരു അരക്കലാകാരൻ. നമ്മളെ പത്മജയ്ക്ക് ഓർമ്മയുണ്ടോ? ഇപ്പോഴാണെങ്കിൽ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഈ മേക്കപ്പ് മാൻ്റെ ഒരു ഇതാണല്ലോ. അന്ന് ഇത് വല്ലതും ഉണ്ടോ? ഞങ്ങളൊക്കെ അവസാനം ഡൽഹി ചെന്ന് മദ്രാസിൽ കളിച്ചൊക്കെ തീർന്നുപോയി. ഡൽഹി ചെന്നപ്പോൾ ഞങ്ങൾ ഇവരോട് ഇവർക്കുണ്ടോ പാൻ കേക്ക് എന്തോന്ന് കരി എന്തോന്ന് വല്ലതോ അല്ല ചിരട്ടക്കരി ഇവിടെങ്ങാനും കാണും. രാധാകൃഷ്ണനോട് പറഞ്ഞു ഞാൻ, രാധാകൃഷ്ണൻ ഇത്രയും സാധനമൊക്കെ മേടിച്ചോണ്ട് ഇവിടെ നമുക്ക് കേരള ഹൗസിൽ ഉണ്ണാൻ പോകുമ്പോഴത്തേക്ക് അവിടെ കണ്ട് വല്ല കരിയും വല്ലതും കാണും. അതൊക്കെ മേടിച്ച് എല്ലാവരുടെയും പൗഡറൊക്കെ ഇല്ലേ അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ബോയ്സ് വയലാർ രവിചേട്ടന്റെ ഫ്ലാറ്റിൽ നമ്മൾ കടന്നപ്പള്ളി അങ്ങനെ പക്ഷെ ഉള്ളത് കഴിച്ച് നമുക്ക് വഴിയാത്രയിലൊക്കെ നമുക്ക് ഫുഡിനൊക്കെ നമ്മൾ വിഷമിച്ചു. എന്നാലും അതൊന്നും ഒരു വിഷയമല്ല. എല്ലാവരും കൂടെ സത്യം പറഞ്ഞ ആ ബോഗിയിലുണ്ടായിരുന്ന ആരെയും ഞങ്ങൾ ഉറക്കിയിട്ടില്ല അല്ലേ? അവസാനം എല്ലാവരും നമ്മുടെ കൂടെ കൂടി. മാസ്റ്റർ പീസ് നോർത്ത് ഇന്ത്യൻസ് അല്ലേ വേണോ അമ്പിളിയും കൂടെ കുട്ടനാടൻ പുഞ്ചയിലെ പാടും. ഇദ്ദേഹം കുട്ടനാടുകാരനാണല്ലോ. അതിനാൽ ഇവരെല്ലാരും കൂടെ താളമടിക്കും. പെൺകുട്ടികളും കൂടെ പാടും. ഈ പാട്ട് എന്താന്ന് അറിഞ്ഞൂടാത്ത ഞങ്ങളും കൂടും, ഞങ്ങളും പാടും കൂടെ. അത് കേട്ട് ആ ബോഗിയിലെ മുഴുവൻ യാത്രക്കാരും ഇവരുടെ മുമ്പ്. അപ്പോൾ ഇടയ്ക്ക് അമ്പിളി പറയും വേണമെങ്കിൽ ചെറിയ പോടിയുമായിട്ട് ഇറങ്ങാൻ തോന്നുന്നു. അയ്യോ എന്തോ അവസാനം ഇത്രയും ദിവസം ഇത്രയും ദീർഘമായ യാത്ര ഒരു സർവകലാശാല ഇതിനും ഈ നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഇപ്പൊ കൊണ്ടുപോകണം. ഏകദേശം ട്രെയിനിങ്ങും ഒക്കെ കൂടെ 25 ഡേയ്സോളം ഉണ്ടായിരുന്നു. അന്നൊക്കെ കോളേജ് കട്ടാണെന്ന് ഓർമ്മ വേണം അല്ലേ? നമുക്ക് അതൊന്നും ഒരു വിഷയമല്ല. കോളേജിൽ നിന്നാണെങ്കിലും ഞങ്ങൾക്ക് പിന്നെ യൂത്ത് ഫെസ്റ്റിൽ ചെയ്യാൻ പോലുള്ള ഫണ്ടൊന്നും നടത്തി നിങ്ങൾ തന്നെ കാശുണ്ടായിക്കോന്നാ പറഞ്ഞു. നിങ്ങൾ പോവോ കളിക്കോ? സിനിമ ഷൂട്ടിംഗ് കാരണം അല്ല ഞാൻ പറയാം. മദ്രാസിൽ ചെന്ന് അവിടെ സ്ഥലം കാണാനൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് സൈറ്റ് സീയിങ് ഒന്നുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും കൂടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുവാണേ. എടുക്കുന്ന സമയത്ത് ഈ വേണുവിനെയും അമ്പിളിയും കാണില്ല. ആ നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോയിലൊന്നും വേണുവില്ല, അമ്പിളി ഇവരെവിടെ പോയി. നമുക്കിപ്പോൾ വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. പോയി നോക്കുമ്പം നസീർ സാറ്, പിന്നെ KPCC ലളിത ചേച്ചി, മധുചേട്ടൻ, പിന്നെ ഷാര ചേച്ചി, അടൂർ ഭാസി, ഇവരുടെ കൂടെ നിന്നൊക്കെ ഇവർ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ സത്യം പറയാം, ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ ഇവരുടെ ആ സിനിമയോടുള്ള പാഷൻ അത് അന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ പിന്നീട് എപ്പോഴും പറയും, ആ ആളുകൾ താരങ്ങളും ഇവർ രണ്ടുപേരും ഏത് ഉയരത്തിലെത്തി അല്ലേ? എവിടം വരെ ലളിത ചേച്ചിയുടെ കൂടെ പിന്നെ ശാരദ ചേച്ചിയുടെ കൂടെ വേണു അഭിനയിച്ചു. മിന്നാമിന്നിങ്ങിന്റെ നുറുങ്ങുവെട്ടം, അമ്പിളി ലളിത ചേച്ചിയും അല്ലേ ചേട്ടൻ അഭിനയിച്ചു എത്ര സിനിമകളില്. പിന്നെ ഭാസ്കരന്റെ കൂടെ അഭിനയിച്ചല്ലോ സാറ്. അത്ര ഇവരേത് കൊടുമുടി കീഴടക്കി എന്നുള്ളതാണ്. അന്ന് വേറെ രസമുണ്ടായി. അപ്പോൾ നമ്മളവിടെ ആ സ്റ്റുഡിയോ ഏതോ വാഹിനി ഏതോ അവിടെ ഒരു ഫ്ലോറിൽ തമിഴ് സിനിമയുടെ ഷൂട്ടിംഗ് നടത്തി. അമ്പിളി എങ്ങനെയോ കറങ്ങിയിട്ട് നാഗേഷ് അവിടെ അമ്പിളിക്ക് നാഗേഷിന്റെ കൂടെ നിന്നൊരു അല്ലേ? ഞങ്ങൾ അവസാനം നസീർ സാറിനോട് പറയുന്നത്. അപ്പം ഞങ്ങളെയൊക്കെ പരിചയപ്പെട്ടു, എന്നെ അറിയാം അദ്ദേഹത്തിന്. സംസാരിച്ച് കഴിഞ്ഞപ്പം ഈ നാഗേഷിന്റെ കൂടെ ഇദ്ദേഹം പോയി പറഞ്ഞു വന്നു, നാഗേഷിന്റെ കൂടെ ഞങ്ങൾക്കൊരു പടം എടുക്കണം. അപ്പം
ഇറങ്ങി ചായ കുടിക്കാൻ വരുമ്പോൾ പിടികൂടി. നസീർ സാർ പറഞ്ഞുകൊണ്ട് വന്ന് ഞങ്ങളെയൊക്കെ പരിചയപ്പെടും. എൻ്റെ ഓർമ്മ ആ ഫോട്ടോയിൽ എൻ്റെ കയ്യിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് വയ്ക്കുന്നത് അമ്പിളിയാ, നാഗേഷിന്റെ കൂടെ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് അല്ലേ. അല്ല ശരിക്കും വേണു അന്ന് നിങ്ങൾക്ക് അല്ല എനിക്ക് തോന്നുന്നു അമ്പിളിക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അമ്പിളി സിനിമയിൽ വരും എന്നൊരു ഇൻറ്റ്യൂഷൻ അമ്പിളിക്ക് അന്നുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നത് അമ്പിളി ഒരു ഹീറോ ഇതിലോട്ടും വരും, വേണു കുറച്ച് കോമഡി റോളിലേക്കും വരുന്നായിരുന്നു നമ്മുടെ മനസ്സിലൊരു കണക്കൂട്ടല്ലേ. കാണാൻ സുന്ദരനായിരുന്നു. പറഞ്ഞാൽ മതി. അന്നത്തെ വേണുവിന്റെ രൂപം അന്നൊരു ഹീറോയുടെ ലുക്ക് ഉള്ളത് ഞാനാണിങ്ങനെ ഓഞ്ഞ്. അല്ല അന്ന് സത്യം പറയാൻ വേണു ഈ ഗ്ലാമർ അന്നില്ല. ഒരു കാര്യം, വേണോ ആദ്യം അഭിനയിക്കുന്ന ഒരു പടമല്ലേ പത്മരാജന്റെ, എന്താണ് ചാകര, തകര. അതിനകത്തെ റോള് കണ്ട അതിനകത്തെ തകരയിലെ റോളാ ഞാൻ പറഞ്ഞത്, ഓർമ്മയില്ലേ? തകര റിലീസായപ്പോ അമ്പിളിയൊക്കെ പറഞ്ഞ പിന്നെ അച്ഛൻ ജഗതി അദ്ദേഹം ആചാര്യ അദ്ദേഹം പറഞ്ഞു, എടാ ഇങ്ങനത്തെ സിനിമ വന്നിട്ടുണ്ട്, അതിലൊരുത്തൻ ആശാരിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നീ ഒന്ന് അന്വേഷിക്കണം അവൻ ആശാരിയാണോ. മിക്കവാറും അവൻ ആശാരി ആയിരിക്കും, അല്ലെങ്കിൽ അവനിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കോംപ്ലിമെന്റ്സ് ആയിട്ട് ഞാനതിങ്ങനെ പക്ഷെ അപ്പം ഈ പലരും പറയും അമ്പിളി എൻ്റെ ജഗതി ശ്രീകുമാർ എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് സിനിമകളിലൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ സ്വകാര്യമായി മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളെക്കാളൊക്കെ മുമ്പേ അമ്പിളിയുമായി ബന്ധമുള്ള ആൾ ഞാനാണ്. സിനിമ വരുന്നത് ഇത്രയോ കാലം മുമ്പാണെന്ന് അല്ലേ? അല്ല, അതിൽ എനിക്കൊരു ഓർമ്മയുള്ളത്, ഇത് കഴിഞ്ഞിട്ട് അമ്പിളി ഇവിടെ നിന്ന് പോയി സിനിമയ്ക്ക് വേണ്ടി ചെന്നൈയിൽ താമസിക്കുക. അവിടെ പല ഷൂട്ടിങ്ങിനും ഒന്നിനും വലുതായിട്ടൊന്നും കിട്ടിയില്ല, ചെറിയ ചെറിയ റോളുകളാണ്. അമ്പിളിക്ക് ഓർമ്മയുണ്ടാവുമെന്ന് തോന്നുന്നു, ഞങ്ങളൊരിക്കൽ ഡൽഹി പോകുമ്പോൾ അവിടെ ഈ മദ്രാസിൽ ഇറങ്ങി 10-12 മണിക്കൂർ കഴിഞ്ഞാണല്ലോ പോണത്. ഇതിന് ഫോൺ നമ്പറൊക്കെ തപ്പി പിടിച്ച് ഇദ്ദേഹത്തെ വിളിച്ചു. ഇദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ, ചിറ്റാർ രാജൻ, ഞങ്ങൾ 3-4 ആളുകളുണ്ട്. ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അയ്യോ ഒരു രക്ഷയില്ല, ഉള്ളവൻ്റെ വീട്ടിലെല്ലാം കയറി ഇറങ്ങി, ഒരു റോളും കിട്ടുന്നില്ല, അതുകൊണ്ട് മിക്കവാറും ഞാൻ പെട്ടിയും പൊട്ടിക്ക് തിരിച്ചു വരും. പക്ഷെ ഞങ്ങളിവിടെ വന്ന് ഒരു 5-6 മാസം കഴിയുമ്പോഴാണ് ആദ്യത്തെ ഇങ്ങനെ സിനിമകൾ വരാൻ തുടങ്ങി. പുള്ളി വളരെ നിരാശനായിട്ട് മടങ്ങും എന്ന് വർത്തമാനം പറഞ്ഞ ആളാണ്. പക്ഷേ അപ്പം ഞങ്ങൾ പറയുന്നുണ്ട്, ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല, അമ്പിളി നോക്കിക്കോ, നിങ്ങൾക്ക് സിനിമ കിട്ടും, ഒന്നല്ല എത്രയോ സിനിമ കിട്ടുമെന്ന് പറഞ്ഞു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിനെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാണ്. അതൊക്കെ കറക്റ്റായിരുന്നു അല്ലേ? അതെ.